കുറേ നാളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. പ്ലാൻ ചെയ്യും, പിന്നീട് അത് മാറ്റി വെക്കും, വീണ്ടും പ്ലാൻ ചെയ്യും. ഒരു തരത്തിലും പോകാനുള്ളൊരു സാഹചര്യം ഒക്കുന്നില്ലായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു സാഹചര്യം നമുക്ക് വന്നത് ഇപ്പോഴാണ്. ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ ആലപ്പുഴയ്ക്കാണ് കേട്ടോ പോകുന്നത്. എൻ്റെ പൊന്നെ, ആലപ്പുഴ ചെല്ലുന്നതിനിപ്പുറം തന്നെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ടിയിലിരുന്ന് ഉറങ്ങിയായിരുന്നേ. ആ ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന സമയത്താണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. എൻ്റെ പൊന്നെ, കൊക്കിനെ ഭ്രാന്ത് പിടിച്ചതുപോലെ എല്ലാം കുറേ കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഏതാണ്ട് ഉഴുതു മറിച്ചിട്ട കണ്ടത്തിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടത്. അതുപോലെ തന്നെ എൻ്റെ പൊന്നെ, വയലും കാര്യങ്ങളും എല്ലാം കുറേ നേരം ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ ഒരു അവിടെ നിൽക്കാനായിട്ടൊക്കെ കേട്ടോ. അപ്പം നമ്മൾ എവിടെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിലാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന കേട്ടോ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോകണം, ഉടമ്പടി എടുക്കണം. നിലവിൽ ഞങ്ങൾ ഉടമ്പടി ഒന്നും എടുത്തില്ല, പക്ഷേ പള്ളിയിൽ പോകണമെന്നുണ്ടായിരുന്നു. പോയി നമ്മൾ പ്രാർത്ഥിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. എങ്കിലും നമുക്കങ്ങനെ മടുപ്പൊന്നും തോന്നിയില്ല. പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരും കേട്ടോ ചെയ്തത്. ഇനി ഒരിക്കൽ കൂടി പോകണമെന്നുണ്ട്, കാരണം ഉടമ്പടിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം അമ്മയ്ക്കത് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അങ്ങനെ നേർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോരും കേട്ടോ ചെയ്തത്. എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പോയൊരനുഭവം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹം ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചു. പോയി പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുക കേട്ടോ ചെയ്തത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ വേറെ കുറച്ച് 1-2 സ്ഥലങ്ങളും കൂടെയൊക്കെ കാണാനായിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. വേറെ ഒരിടത്തുമല്ല, ബീച്ചിലോട്ടൊന്ന് പോയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെ ഇറങ്ങിയായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഒരുപാട് നേരം ഒന്നും ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് നേരം ഒന്ന് ഇറങ്ങി കണ്ടു, അപ്പോൾ തന്നെ പോരുകയാണ് ചെയ്തത്. ഞങ്ങളാ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കാല് പറിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു തിരമാലയും കാര്യമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ വന്ന് ഉപ്പിലിട്ട വാഴപ്പിണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഇപ്പോൾ കടയിലത്തെ ചേട്ടൻ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേന് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരു ശകല നേരം കൂടെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു കേട്ടോ പോരുവാണ് ചെയ്തത്. വഴിയിലോട്ട് കയറിയപ്പോൾ തന്നെ ചേട്ടന്മാരവിടെ വലയിൽ നിന്ന് ഇങ്ങനെ മീനൊക്കെ വേർതിരിച്ചെടുക്കുന്നു. ഞാൻ ഇതിന് മുന്നേ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നത്. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ ബണ്ടിൻ്റെ അവിടെ വന്നു കേട്ടോ. ബണ്ടിൻ്റെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാം കണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് കോഫിയൊക്കെ കുടിച്ചു. സത്യം പറഞ്ഞാൽ ബണ്ടിൻ്റെ അവിടെ അത്യാവശ്യം നല്ല രസം കേട്ടോ ഇരിക്കാനായിട്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നിട്ട് നമ്മൾ